ഹായ് എസ് എൽ ടോക്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ബ്രേക്കപ്പ് സംഭവിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സിനെ തിരികെ കൊണ്ടുവരാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ബ്രേക്കപ്പ് സംഭവിച്ചു കഴിഞ്ഞു, കുറച്ച് നാളൊക്കെ കഴിഞ്ഞു, പക്ഷേ ആ ഒരു പേഴ്സണെ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അതെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അതായത് ആ ഒരു ബ്രേക്കപ്പ് ആയിട്ടുള്ള നിങ്ങളുടെ ആ ഒരു എക്സ് ആയിട്ടുള്ള ഒരു പേഴ്സണെ നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം അതിനെ മനസ്സിലാക്കാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ്, അതിൻ്റെ സൈനുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഒരു വല്ലാതെ താല്പര്യം കാണിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. നിങ്ങളെ കാണാനോ സംസാരിക്കാനോ ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടായിരിക്കും. അതിനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾക്കൊരു ഫോൺ കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് സോഷ്യൽ മീഡിയ വഴി എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനൊക്കെ അവർ ശ്രമിക്കുന്നുണ്ടായിരിക്കും. ജസ്റ്റ് ഒരു മെസ്സേജ് മാത്രമായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. പക്ഷേ ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ അവരുടെ ഭാഗത്ത് നിന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിക്കുക, നിങ്ങളോട് എന്തോ ആ പേഴ്സൺ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ദേഷ്യത്തിലല്ല, പക്ഷേ ഏതോ രീതിയിൽ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് നേരം സംസാരിക്കണം, നിങ്ങളൊപ്പം ഒരുമിച്ചിരിക്കണം എന്നൊക്കെ ആൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. ചിലപ്പോൾ ഇവർ അങ്ങനെ ആയിരിക്കില്ല ചെയ്യേണ്ടാവുക. ചിലപ്പോൾ നിങ്ങളെ നേരിട്ട് കാണുന്ന സമയത്ത് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഓടി വരുന്നുണ്ടായിരിക്കാം. ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. ഇനിയിപ്പോൾ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ വേറൊരാൾ വഴി നിങ്ങളോട് സംസാരിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അതായത് ഒരു മീഡിയേറ്റർ വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും സംസാരിക്കാനുള്ള കാര്യങ്ങൾ അവർ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുമായിട്ട് ഒരുമിച്ചിരിക്കാനോ അല്ലെങ്കിൽ ഒരുമിച്ച് സംസാരിക്കാനോ ഒക്കെ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ രീതിയിൽ അവരുടെ ഭാഗത്തുനിന്ന് പെരുമാറ്റങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് അവർ നിങ്ങളിലേക്ക് തിരികെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൈനായിട്ട് നമുക്ക് കണക്കാക്കാം. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ, ഒരു മാറ്റം അവരിൽ കാണാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അതായത് അവരുടെ പെരുമാറ്റത്തിലൊരു മാറ്റം നമുക്ക് അറിയാനായിട്ട് കഴിയും. ചിലപ്പോൾ മുമ്പ് ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ബ്രേക്കപ്പ് ആയതിനു ശേഷം നിങ്ങളെ കാണുന്ന സമയത്തോ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരാളായിരിക്കാം. അല്ലെങ്കിൽ മറ്റാരോടെങ്കിലുമൊക്കെ നിങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും വളരെയധികം ദേഷ്യപ്പെട്ടിട്ടായിരിക്കും അവർ പറയുണ്ടാവുക. നെഗറ്റീവായ രീതിയിലായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. പക്ഷേ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോഴോ, അല്ലെങ്കിൽ സംസാരിക്കാൻ മീൻസ് ചിലപ്പോൾ ഡയറക്റ്റായിട്ട് സംസാരിക്കാം, ഇപ്പോൾ വിളിച്ചിട്ടോ അങ്ങനെ ഇങ്ങനെയുള്ള സംസാരിക്കാം, മെസ്സേജ് അയക്കും, അങ്ങനെയൊക്കെ ആയിരിക്കാം. അതല്ലെങ്കിൽ മറ്റൊരാളോട് സംസാരിക്കുമ്പോഴൊക്കെ വളരെ നല്ല രീതിയിൽ നിങ്ങളോട് പ്രത്യേകിച്ച് ദേഷ്യമൊന്നും ഇല്ല എന്നുള്ള രീതിയിലായിരിക്കും അവർ സംസാരിക്കുന്നുണ്ടാവുക. ആ ദേഷ്യമൊക്കെ കുറേ മാറി ഇപ്പം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും അവർ പറയുന്നുണ്ടാവുക. ഇല്ലെങ്കിൽ ആ രീതിയിൽ ഒരു പെരുമാറ്റം അവൻ കാണുന്നുണ്ടാവുക എന്നുള്ളതാണ്. അതായത് അവരുടെ പെരുമാറ്റത്തിൽ മുന്നത്തെ പോലെ അല്ലാതെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം കാണുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു പോസിറ്റീവ് സൈൻ ആയിട്ട് നമുക്ക് എടുക്കാം. ഇനി മൂന്നാമത്തെ ഒരു സൈൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, പഴയ ഓർമ്മകൾ അവർ അനുസ്മരിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അതായത് അതിനെക്കുറിച്ച് ഓർക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ പോസ്റ്റുകളോ അല്ലെങ്കിൽ സ്റ്റാറ്റസ് സ്റ്റോറി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഇടുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു റീലൊക്കെ ഷെയർ ചെയ്ത് തരാനുള്ള സാധ്യതയുണ്ട്. സോഷ്യൽ മീഡിയ വഴി അവരിലുള്ള മാറ്റം നമുക്കറിയാനായിട്ട് കഴിയും എന്നുള്ളതാണ്. ഇപ്പോൾ ചിലപ്പോൾ അവരിടുന്ന സ്റ്റോറീസൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, നിങ്ങൾ മുന്നേ സംസാരിച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ മുന്നേ ഒരുമിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന പല മെമ്മറീസൊക്കെ ആയിരിക്കും ഈ ഒരു സ്റ്റോറീസിലൂടെയൊക്കെ അവർ അറിയിക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ കണക്ഷൻ തോന്നുന്ന രീതിയിലുള്ള സ്റ്റോറീസോ അല്ലെങ്കിൽ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർ നിങ്ങളുടെ പഴയ ഓർമ്മയിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ആ പഴയ നിങ്ങൾ ഇപ്പോഴും അവർ മിസ് ചെയ്യുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. അത് നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് എന്നുള്ളത് കൂടി നമുക്കോട് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇനി ഏറ്റവും ലാസ്റ്റത്തെ ഒരു സൈൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, സോഷ്യൽ മീഡിയയിലുള്ളത് തന്നെയാണ്. നിങ്ങളിടുന്ന പോസ്റ്റിനോ അല്ലെങ്കിൽ നിങ്ങളിടുന്ന സ്റ്റോറീസിനൊക്കെ അവർ ലൈക്ക് ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളെ ഇങ്ങനെ ബ്ലോക്കാക്കി പോയ ഒരാളായിരിക്കും, ഈ ബ്രേക്കപ്പ് സംഭവിച്ചതിന് ശേഷം ബ്ലോക്കാക്കി പോയ ഒരാളായിരിക്കാം. അപ്പോൾ അവർ ഈ ഒരു ടൈമിൽ ബ്ലോക്കെല്ലാം മാറ്റുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ നിങ്ങളിടുന്ന പലതിനും അവർ ലൈക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ അക്കൗണ്ട് എടുത്ത് നോക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ഇടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇതും നമുക്ക് ഒരു സോഷ്യൽ മീഡിയ വഴി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു 4 കാര്യങ്ങൾ നിങ്ങളും നോക്കി നോക്കുക. അവരിങ്ങനെ എങ്ങനെയൊക്കെ പെരുമാറുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അവർ നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത്. ചിലപ്പോൾ പലപ്പോഴും നമുക്ക് മിസ്റ്റേക്സ് പറ്റാറുള്ളത്, നമ്മളിങ്ങനെ ബ്രേക്കപ്പ് ആയതിനു ശേഷം നമ്മൾ വിചാരിക്കും അവർക്ക് പിന്നെ നമ്മളെ വേണ്ടി വരില്ല എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓക്കെ ആവും, പിന്നെ നമ്മൾ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകും എന്നുള്ളതാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ആ ദേഷ്യത്തിലൊക്കെ ആയിരിക്കും അവരങ്ങനെ മിണ്ടാതിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവരുടെ ദേഷ്യം മാറി കഴിയുമ്പോൾ ഈ റിലേഷൻഷിപ്പ് തന്നെ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ അതിലേക്ക് തിരികെ വരാനായിട്ട് കുറേ ശ്രമിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. നമുക്കത് അറിയാത്തതുകൊണ്ട് തന്നെ നമ്മളത് ശ്രദ്ധിക്കാറും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് നാൾ വെയിറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് അവരുടെ ഒരു പെരുമാറ്റ രീതികളൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കിയതിന് ശേഷം
ഇനിയിപ്പോൾ അഥവാ അവർക്ക് നിങ്ങളോട് ഈ പറയുന്ന രീതിയിൽ ഒന്നിലും ഇങ്ങനെ താല്പര്യം കാണിക്കുന്നില്ല, അങ്ങനെ ഒരു രീതിയിലുള്ള പെരുമാറ്റവും കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അവർക്ക് നിങ്ങളോട് ശരിക്കും ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോകാം. പക്ഷെ അവർ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവർക്ക് നിങ്ങൾ ഇപ്പോഴും ഇഷ്ടമാണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കും ഉള്ളിലൊരു ഇഷ്ടമുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പഴയ പോലെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. നമ്മുടെ വീഡിയോയിൽ പറഞ്ഞൊക്കെ നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് വീഡിയോസൊക്കെ ഒന്ന് കാണാനായിട്ടൊക്കെ ഒന്ന് ശ്രമിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്